ഇന്ന് ഞാൻ എൻ്റെ പഴയ ഒരു നിർബന്ധത്തിൻ്റെ കഥ പറയാം. എൻ്റെ ഒരു ശീലം പണ്ട്. കുഞ്ഞിലെ വീണ്ടും എന്നും എനിക്ക് ചോറ് കഴിക്കാൻ മീൻ വേണമായിരുന്നു. വേറെ ഒന്നും ഞാൻ കഴിക്കില്ല, പച്ചക്കറികളൊന്നും കഴിക്കില്ല. മീൻ മസ്റ്റാണ്, ഡെയിലി വേണം. അപ്പം ഞാൻ സ്കൂളിൽ പോയപ്പോഴും അമ്മ വെച്ച് തരും. എന്തിനു പറയുന്നു, ഒരു കല്യാണത്തിന് പോയാൽ പോലും, ഇത് ഞാൻ കള്ളം പറയുന്നതല്ല, സത്യമായിട്ട് നടക്കുന്ന കാര്യമാണ്. കല്യാണത്തിന് പോയാൽ പോലും അമ്മ ഒരു ചെറിയ പീസ് കയ്യിൽ വെച്ചിരിക്കണം, മീൻ വറുത്തത്. ഇല്ലെങ്കിൽ ഞാൻ ചോറ് കഴിക്കില്ല. എൻ്റെ വാശി അത്രത്തോളമായിരുന്നു, എൻ്റെ വാശി. അപ്പം എൻ്റെ കുടുംബക്കാർ, എൻ്റെ അപ്പൂപ്പ അമ്മൂമ്മ എല്ലാവരും എന്നെ വഴക്ക് പറയും. ഇങ്ങനത്തെ ശീലം പാടില്ല, നമ്മൾ വെജിറ്റബിൾസും കഴിക്കണം, അതിൻ്റെ ഗുണങ്ങൾ വേറെയാണ്. എൻ്റെ മുഖത്ത് ചെറിയ ചെറിയ പാടുകളും വരുമായിരുന്നു, ഈ വെള്ള പോലെയൊക്കെ നമ്മൾ പറയില്ലേ. ഞാൻ എൻ്റെ ഈ ശീലം, സ്കൂളിൽ ഇത് സ്ഥിരമാണ്, എനിക്കിത് വേണം. കൊണ്ടുപോയി ഒരു പോയിന്റിലെത്തിയപ്പോൾ, അത് 7ാം ക്ലാസ്സോ 8ാം ക്ലാസ്സൊക്കെ ആവണം, അതും എനിക്ക് അത്ര വലിയ അറ്റായിട്ട് ഓർമ്മയില്ല. എൻ്റെ ഒരു ഫ്രണ്ട് ഷെറീന, അവൾക്ക് ഈ കഥ ഓർമ്മയുണ്ടോയെന്നൊന്നും അറിയില്ല. പക്ഷെ അവൾ പറയേണ്ട രീതിയിൽ എന്നെ മാറ്റി നിർത്തിയിട്ട് ഒരു കാര്യം പറഞ്ഞു. എൻ്റെ അതിന് മുന്നേ വരെയുള്ള എൻ്റെ കസിൻസ്, എൻ്റെ എല്ലാവരും, എൻ്റെ കൂടെയുള്ള വേറെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കത് എൻ്റെ മൈൻഡിലേക്ക് കയറാത്തൊരു സാധനം. അവൾ പറഞ്ഞു, ദിവ്യ നിൻ്റെ ടിഫിൻ ബോക്സ് തുറക്കുമ്പോൾ ഒരു ചെറിയ സ്മെല്ല് വരും. അത് ഇവിടെ ഫിഷ് എല്ലാവരും കഴിക്കുന്നുണ്ട്, അതിനൊരു ഉപരി നമ്മളിത് കഴിക്കുമ്പോൾ ഇതിൻ്റെ ഒരു സ്മെല്ലൊക്കെ ചിലപ്പോൾ നമുക്ക് അടിക്കില്ലേ. ഇതിവൾ പറഞ്ഞ ആ രീതിയാണ് എന്നെ മാറ്റി നിർത്തി, എന്നെ സമാധാനത്തിൽ എൻ്റെ വേവ് ലെങ്ത് മനസ്സിലാക്കി അവൾ സംസാരിച്ചു. അപ്പോൾ ഞാൻ ഇരുന്ന് ആലോചിച്ചപ്പോൾ ശരിയാണ്, അവൾ പറയുന്നതിൽ കാര്യമുണ്ട്. അങ്ങനെ എൻ്റെ ആ നിർബന്ധശീലം മാറി. അതെൻ്റെ അമ്മ, അപ്പൂപ്പൻ, എൻ്റെ അപ്പൂപ്പൻ്റെ വീട് പാപ്പനംകോടായിരുന്നു. അവിടെ പോകാൻ നേരത്ത് അമ്മമ്മ നല്ല ദോശയും എന്താ പറയുക, നമ്മളെ സാമ്പാറൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിത്തരും. അതുപോലെ ഞാൻ കഴിക്കില്ല. അതിൻ്റെ കൂടെയും എനിക്കൊരു മീൻ ഫ്രൈ വേണം, അതായിരുന്നു എൻ്റെ നിർബന്ധം. അങ്ങനെ അപ്പൂപ്പനൊക്കെ എന്നെ വഴക്ക് ഒരുപാട് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പറയുന്ന ചില സമയത്ത് നമുക്ക് ചില സാധനങ്ങൾ പറയേണ്ട രീതിയിൽ പറഞ്ഞാൽ നമ്മളത് കേൾക്കും. അതാണ് ഞാൻ ഈ ഒരു കഥയിൽ നിന്ന് മെസ്സേജ് പാസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത് തന്നെ ആയിരിക്കും ഇപ്പോഴും എല്ലാവർക്കും. വലുതാവട്ടെ ചെറുതാവട്ടെ, ചില സാധനങ്ങൾ പറയേണ്ട രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ അത് ഈസി ആയിരിക്കും. ഓപ്പോസിറ്റ് നിൽക്കുന്ന വേവ് ലെങ്ത്, ആ ആളുടെ വേവ് ലെങ്ത് നോക്കിയിട്ട്. അത് തന്നെ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.